ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് നമുക്ക് ഗലാത്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 1-2 വാക്യങ്ങൾ വായിക്കാം. ഗലാത്യർ 6-ാം അധ്യായം 1-2 വാക്യങ്ങൾ. അവിടെ നമ്മൾ വായിക്കുന്നത്, സഹോദരന്മാരെ, ഒരു മനുഷ്യൻ വല്ല തെറ്റിലും അകപ്പെട്ടു പോയെങ്കിൽ ആത്മീയരായ നിങ്ങൾ അങ്ങനെയുള്ളവനെ സൗമ്യതയുടെ ആത്മാവിൽ യഥാസ്ഥാനപ്പെടുത്തുവിൻ. നീയും പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുക. തമ്മിൽ തമ്മിൽ ഭാരങ്ങളെ ചുമപ്പിൻ. ഇങ്ങനെ ക്രിസ്തുവിന്റെ ന്യായപ്രമാണം നിവർത്തിപ്പിൻ. പൗലോസ് അന്ന് സഭയിലുള്ളവർക്ക് വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് ഈ പറയുന്നത്. ഒരു മനുഷ്യൻ, ഒരു മനുഷ്യൻ എന്ന് പറയുമ്പോൾ നമ്മളൊക്കെ ഈ തെറ്റിലകപ്പെടുന്നവരാണ്, തെറ്റിലകപ്പെട്ടു പോകുന്നവരാണ്. അപ്പൊ നമ്മളിൽ ആരെങ്കിലും ഒരു തെറ്റിലകപ്പെട്ടു പോയാൽ, നമ്മളാകാം, സഭയിലുള്ള വേറെ ആരെങ്കിലും ആയിരിക്കാം, അകപ്പെട്ടു പോയാൽ അങ്ങനെയുള്ളവനെ കോപത്തോടല്ല, സൗമ്യതയുടെ ആത്മാവിൽ യഥാസ്ഥാനപ്പെടുത്തുവിൻ. അവനായിരിക്കേണ്ട സ്ഥാനത്ത് അവനെ കൊണ്ടുവരിക, യഥാസ്ഥാനപ്പെടുത്തുക. അതാണ് ആവശ്യമായിട്ടുള്ളത്. ഇത് ഒരു മനുഷ്യൻ ഒരു തെറ്റിലകപ്പെട്ടാൽ സ്വന്തം ഇഷ്ടത്തോടല്ല ഒരു തെറ്റിൽ വന്നങ്ങ് വീണു പോവുകയാണ്. അങ്ങനെ വന്ന് വീണു പോയാൽ, അകപ്പെട്ടാൽ, അപ്പോ അവിടെ പറയുന്നത് നമ്മൾ ആത്മീയരാണെന്നാണ്. ആത്മീയരായ നിങ്ങൾ, അന്നേരം നമ്മൾ അത്ര വലിയ ആത്മീയരാണോ? ആ തെറ്റിലകപ്പെട്ടവന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ നമ്മൾ ആത്മീയരാണ്. അങ്ങനെ ആത്മീയരായ നിങ്ങൾ അങ്ങനെയുള്ളവനെ സൗമ്യതയുടെ ആത്മാവിൽ, തെറ്റില് നമ്മളും അകപ്പെട്ടു പോകാം, അതുകൊണ്ട് സൗമ്യതയുടെ ആത്മാവിലെ അവനോട് സംസാരിക്കാവുള്ളൂ. സൗമ്യതയുടെ ആത്മാവിൽ യഥാസ്ഥാനപ്പെടുത്തുവിൻ. അവൻ ഏത് സ്ഥാനത്തായി ഇരിക്കേണ്ടത് ആ സ്ഥാനത്ത് അവനെ ഇരുത്തുവിൻ, യഥാസ്ഥാനപ്പെടുത്തുവിൻ. ആ യഥാസ്ഥാനപ്പെടുത്തുമ്പോ, അവനെ തിരുത്തുമ്പോ, അവനോട് സംസാരിക്കുമ്പോ നീ ഒരു കാര്യം ഓർത്തോണം, നീയും പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളുക. നമ്മളും അതേപോലെ പരീക്ഷയിൽ അകപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അങ്ങനെ പരീക്ഷയിൽ അകപ്പെടാതിരിക്കാനായിട്ട് നമ്മളും നമ്മളെ തന്നെ സൂക്ഷിക്കുക. പൗലോസ് ഈ കാര്യം എഴുതുമ്പോൾ സഭയിലുള്ളവർക്ക് അവരുടെ നേരായ വഴിയിൽ അവർ നടക്കാൻ വേണ്ടിയിട്ട് പൗലോസ് അത് എഴുതുകയാണ്. അത് നമ്മള് ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരും ഓരോ സ്ഥാനത്തായിരിക്കും. അവരവരുടെ ജോലി, അവരവരുടെ സാഹചര്യങ്ങൾ അനുസരിച്ച് ഓരോ സാഹചര്യത്തിലും ഓരോ രീതിയിലുമായിരിക്കും. എല്ലാവർക്കും ഒരുപോലെ അല്ല. അപ്പൊ ചിലർക്ക് പെട്ടെന്ന് ദേഷ്യപ്പെടാനോ പ്രയാസപ്പെടാനോ ഒക്കെയുള്ള സാധ്യതയുണ്ട്. എല്ലാവരും ഒരേപോലെ അല്ല. അതുകൊണ്ട് നമ്മള് വളരെ ശ്രദ്ധയോടെ വേണം
നമ്മളുടെ നമ്മുടെ ആയിരിക്കുന്ന സമൂഹത്തില് നമ്മൾ ജീവിക്കുന്നത്, നമ്മളായിരിക്കുന്ന സമൂഹത്തിൽ നമ്മൾ ജീവിക്കുന്നത് വളരെ ശ്രദ്ധയോടെ ആയിരിക്കണം. ഇവിടെ ഒരു മനുഷ്യൻ വല്ല തെറ്റിലും അകപ്പെട്ടു പോയെങ്കിൽ, അകപ്പെട്ടു പോയെങ്കിൽ അവരെ നമ്മൾ അവരെ യഥാസ്ഥാനപ്പെടുത്തേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ട് അവന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ നമ്മൾ ആത്മീയരാണ്. അവൻ അനാത്മീയനായതുകൊണ്ടാണ് അവിടെ തെറ്റിപ്പോയത്. അതുകൊണ്ട് ആത്മീയനാണെന്നുള്ള ചിന്തയെ നമ്മൾ എടുക്കണം. അതുകൊണ്ടാണ് നീ തെറ്റാതിരുന്നത്. അതുകൊണ്ട് അങ്ങനെയുള്ളവർ വിട്ടുപോയെങ്കിൽ ആത്മീയരായ നിങ്ങൾ അങ്ങനെയുള്ളവനെ സൗമ്യതയുടെ ആത്മാവിൽ, അവിടെ സൗമ്യത അത് വളരെ പ്രാധാന്യമുള്ളതാണ്. നമുക്ക് പെട്ടെന്ന് കലുഷിതമായ കോപം ഉണ്ടാകാം. കോപം ഉണ്ടാക്കി കോപത്തിലല്ല ഇടപെടേണ്ടത്, സൗമ്യതയുടെ ആത്മാവിൽ അവനെ ഏത് സ്ഥിതിയിൽ അവൻ വരണോ ആ സ്ഥിതിയിലേക്ക് അവനെ കൊണ്ടുവരിക, യഥാസ്ഥാനപ്പെടുത്തുകയും. കാരണം നീയും പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ സൂക്ഷിപ്പിൻ. നമ്മൾ ഓരോരുത്തർക്കും പരീക്ഷയിൽ അകപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് ആ പരീക്ഷയിൽ അകപ്പെടാതിരിക്കാനായിട്ട് നമ്മളെ തന്നെ സൂക്ഷിക്കുകയും വേണം. ഇതിനെക്കുറിച്ച് മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായത്തിന്റെ 15-ാം വാക്യത്തിൽ കർത്താവ് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. മത്തായിയുടെ സുവിശേഷം 18. പതിനെട്ടാം അധ്യായം 15-ാം വാക്യം. നിന്റെ സഹോദരൻ നിന്നോട് പിഴച്ചാൽ, നമ്മൾ ശ്രദ്ധയോടെ ഈ കാര്യങ്ങൾ ഒരാളൊരു തെറ്റ് ചെയ്താല് നമ്മൾ വളരെ ശ്രദ്ധയോടെ ആ കാര്യം ഡീൽ ചെയ്യാവുള്ളൂ എന്നുള്ളതാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. നോക്ക്, നിന്റെ സഹോദരൻ നിന്നോട് പിഴച്ചാൽ നീ ചെന്ന് നീയും അവനും മാത്രമുള്ളപ്പോൾ, വേറൊരാളുടെ മുമ്പിൽ വെച്ച് അവനോട് സംസാരിക്കരുത്. നീയും അവനും മാത്രമേ അവിടെ കാണാവുള്ളൂ. മാത്രമുള്ളപ്പോൾ കുറ്റം അവന് ബോധം വരുത്തുക. അവനോട് സംസാരിച്ച് അവന് പറ്റിയ കുറ്റം അവന് ബോധ്യപ്പെടുത്തിയാൽ അവൻ ക്ഷമ ചോദിക്കും. അവന് ഉള്ളപ്പോൾ കുറ്റം അവന് ബോധം വരുത്തുക. അവൻ നിന്റെ വാക്ക് കേട്ടാൽ നീ സഹോദരനെ നേടി. നമ്മൾ അത് ബോധ്യപ്പെടുത്തിയപ്പോ അവന് അത് അനുസരിക്കുകയാണെങ്കിൽ നമ്മൾ അവനെ നേടി. അത് വലിയ കാര്യമാണ്. കർത്താവിനെ സംബന്ധിച്ച് അത് വലിയ കാര്യമാണ്. അവനെ നേടി. എന്നാ കേൾക്കാഞ്ഞാലോ നീ ഒരു കാര്യം കൂടെ ചെയ്യണം. 2-3 സാക്ഷികളുടെ വായാൽ സകല കാര്യവും ഉറപ്പാകേണ്ടതിന് 1-2 പേരെ കൂട്ടിക്കൊണ്ട് ചെല്ലുക. കൊള്ളാവുന്ന 2 പേരെ കൂട്ടിക്കൊണ്ട് ചെന്നിട്ട് ചെല്ലുക. അവരെ കൂട്ടാക്കാഞ്ഞാൽ സഭയെ അറിയിക്കുക. അവരെയും കൂട്ടാക്കുന്നില്ലേ സഭയിൽ അത് പറയുക. സഭയെയും കൂട്ടാക്കാഞ്ഞാൽ അവൻ നിനക്ക് പുറജാതിക്കാരനും ചുമതലക്കാരനും എന്ന പോലെ ഇരിക്കട്ടെ. അവിടെ ഒരു തീരുമാനം എടുക്കാവുള്ളൂ. അല്ലെങ്കിൽ അവൻ സഹോദരനാണെന്നുള്ള രീതിയിൽ അവനെ കഴിയുന്നിടത്തോളം രക്ഷയിലേക്ക് കൊണ്ടുവരാനായിട്ട് നമ്മൾ ഉത്സാഹിക്കണം. ഇതാണ് കർത്താവ് പറയുന്നത്. യൂദായുടെ ലേഖനം ഒരധ്യായമേ ഉള്ളൂ കേട്ടോ. യൂദായുടെ ലേഖനത്തില്
അതിന്റെ 22, 23 വാക്യങ്ങൾ വായിക്കാം. സംശയിക്കുന്നവരായ ചിലരോട് കരുണ ചെയ്യുവിൻ. അവർക്ക് പറഞ്ഞിട്ട് കാര്യങ്ങളൊന്നും മനസ്സിലാകുന്നില്ല. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? സംശയിക്കുന്നവനോട് കരുണ ചെയ്യുവിൻ. ചിലരെ തീയിൽ നിന്ന് വലിച്ചെടുത്ത് രക്ഷിപ്പിൻ. അപകടത്തിലേക്ക് പോവുകയാണ്, പാപത്തിലേക്ക് വീഴുകയാണ്. പറഞ്ഞിട്ടും കേൾക്കുന്നില്ല. പാപത്തിലേക്ക് വീഴാൻ പോവുകയാണെങ്കിൽ അവനെ എന്ത് ചെയ്യണം? അവനെ പാപം അത് തീയാണ്. ആ തീയിൽ നിന്ന് നമ്മൾ വലിച്ചെടുക്കണം. ചിലരെ തീയിൽ നിന്ന് വലിച്ചെടുത്ത് രക്ഷിപ്പിൻ. എന്നാൽ ജഡത്താൽ കറ പിടിച്ച അങ്കി പോലും പകച്ചുകൊണ്ട്, കറ പിടിച്ച അങ്കിയാണ്, അതുപോലും പകച്ചുകൊണ്ട് ചിലർക്ക് ഭയത്തോടെ കരുണ കാണിക്കും. കരുണ കാണിക്കാനാണ് നമ്മളോട് പറയുന്നത്. കോപിച്ചു പോകാനല്ല പറയുന്നത്, കരുണ കാണിപ്പിൻ. സംശയിക്കുന്നവരായ ചിലരോട് കരുണ ചെയ്യുവിൻ. ചിലരെ തീയിൽ നിന്ന് വലിച്ചെടുത്ത് രക്ഷിപ്പിൻ. ജഡത്താൽ കറ പിടിച്ച അങ്കി പോലും പകച്ചുകൊണ്ട് ചിലർക്ക് ഭയത്തോടെ കരുണ കാണിപ്പിൻ. അതാണ് നമ്മളോട് പറയുന്നത്, യൂദ നമ്മളോട് പറയുന്നത്. യാക്കോബിന്റെ ലേഖനത്തില് 5-ാം അധ്യായം 19, 20 വാക്യങ്ങളില്, സഹോദരന്മാരെ, നിങ്ങളിൽ ഒരുവൻ സത്യം വിട്ട് തെറ്റിപ്പോവുകയും അവനെ ഒരുത്തൻ തിരിച്ചു വരുത്തുകയും ചെയ്താൽ, സത്യം വിട്ട് തെറ്റിപ്പോയവനെ ഒരുത്തൻ തിരിച്ചു വരുത്തുകയും ചെയ്താൽ, പാപിയെ നേർവഴി കാണിക്കുന്നവൻ അവന്റെ പ്രാണനെ മരണത്തിൽ നിന്ന് രക്ഷിക്കുകയും പാപങ്ങളുടെ ബഹുത്വത്തെ മറയ്ക്കുകയും ചെയ്യും എന്ന് അവൻ അറിഞ്ഞുകൊള്ളട്ടെ. അവൻ ഒത്തിരി പാപം ചെയ്യുന്നവനാണ്, പക്ഷെ അവിടെ എന്താണ്? പാപങ്ങളുടെ ബഹുത്വത്തെ മറയ്ക്കുന്നു. ഒരാളൊരു പാപം ചെയ്ത് അത് പറഞ്ഞുകൊണ്ട് നടക്കാനുള്ളതല്ല. അവനുമായിട്ട് നമ്മൾ സംസാരിക്കാം, പക്ഷേ മറ്റുള്ളവർക്ക് അത് വെളിപ്പെടുത്തി കൊടുക്കരുത്. രണ്ട് തെസ്സലോനിക്കർ 3-ാം അധ്യായത്തിന്റെ 13, 14, 15 വാക്യങ്ങൾ. 2 തെസ്സലോനിക്കർ 3-ാം അധ്യായത്തിന്റെ 13, 14, 15 വാക്യങ്ങളിൽ പറയുന്നത്, നിങ്ങളോ സഹോദരന്മാരെ, നന്മ ചെയ്യുന്നതിൽ തളർന്നു പോകരുത്. ലോകം നന്മ ചെയ്യുന്നതിൽ അല്ല, തിന്മ ചെയ്യുന്നില്ല. പക്ഷെ നിങ്ങള് നന്മ ചെയ്യുന്നതിൽ തളർന്നു പോകരുത്. ഈ ലേഖനത്തിലുള്ള ഞങ്ങളുടെ വാക്കനുസരിക്കാത്തവൻ നാണിക്കേണ്ടതിന് അവനോടുള്ള സംസർഗം വിട്ട് അവനെ വേർതിരിപ്പിൻ. പാപത്തിൽ തന്നെ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവനോടുള്ള സംസർഗം വിട്ട് അവനെ വേർതിരിപ്പിൻ. എങ്കിലും ശത്രു എന്ന് വിചാരിക്കാതെ സഹോദരൻ എന്ന് വെച്ച് അവനെ ബുദ്ധി ഉപദേശിക്കുക അത്രേ വേണ്ടത്. ബുദ്ധി ഉപദേശിച്ചു കൊടുക്കുക. സഹോദരനാണ്. അവൻ അഗൻസ്റ്റ് ആയിട്ടൊന്നും ചെയ്യരുത്. അവന് ബുദ്ധി ഉപദേശിച്ചു കൊടുക്കുക. അതാണ് വേണ്ടത്. 1 യോഹന്നാൻ 5:16 1 യോഹന്നാൻ ലേഖനമാണ്.
യോഹന്നാന്റെ 1 5 അധ്യായം 16 വാക്യത്തില് സഹോദരൻ മരണത്തിനല്ലാത്ത പാപം ചെയ്യുന്നത് ആരെങ്കിലും കണ്ടാൽ, മരണത്തിന് അല്ലാത്ത പാപം, ഒരു പാപം ചെയ്യുന്നു അതുകൊണ്ട് മരണം ഉണ്ടാകില്ല എന്ന് പറഞ്ഞ നിത്യജീവൻ നഷ്ടപ്പെട്ടു പോവുകയില്ല. മരണത്തിനല്ലാത്ത പാപം ചെയ്യുന്നത് ആരെങ്കിലും കണ്ടാൽ അവന് വേണ്ടിയിട്ട് അപേക്ഷിക്കാം എന്ന് ദൈവം അവന് ജീവനെ കൊടുക്കും. എന്നാൽ മരണത്തിനല്ലാത്ത പാപം ചെയ്യുന്നവർക്ക് ആണ് അത് പ്രയോജനം ഉണ്ടാകുന്നത്. എന്നാൽ മരണത്തിനുള്ള പാപമുണ്ട്. ഒരു പാപം ചെയ്താൽ അതുകൊണ്ട് നിത്യരക്ഷ നഷ്ടപ്പെടും, നല്ല നിശ്ചയമുണ്ട്. അത് മരണത്തിനുള്ള പാപമുണ്ട്. അതിനെക്കുറിച്ച് അപേക്ഷിക്കണം എന്ന് ഞാൻ പറയുന്നില്ല. അത് തെറ്റാണ്. അവിടെ ആത്മീയ മരണം സംഭവിക്കുമെന്ന് നമുക്ക് നിശ്ചയമുണ്ട്. അവനും അറിയാം. അവൻ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിനെക്കുറിച്ച് പറയണമെന്ന് ഞാൻ പറയുന്നില്ല, അപേക്ഷിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. ഈ മരണത്തിനുള്ള പാപം എന്ന് പറഞ്ഞപ്പോ യേശു എന്തോ പറയുന്നു നമുക്കൊന്ന് നോക്കാം. യേശു മർക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 28-ഉം 29-ഉം വാക്യങ്ങളില് കർത്താവ് പറയുന്നത് മരണത്തിനുള്ള പാപം എന്താണ്? മനുഷ്യരോട് സകല പാപങ്ങളും അവർ ദുഷിച്ചു പറയുന്ന സകല ദൂഷണങ്ങളും ക്ഷമിക്കും. പാപം ക്ഷമിക്കും, ദൂഷണവും ക്ഷമിക്കും. പക്ഷേ പരിശുദ്ധാത്മാവിന്റെ നേരെ ദൂഷണം പരിശുദ്ധാത്മാവിനെതിരായിട്ട് ദൂഷണം പറയുന്നവനോ ഒരു നാളും ക്ഷമ കിട്ടാതെ നിത്യശിക്ഷാവിധിക്ക് യോഗ്യനാകും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. കർത്താവ് തന്നെ പറയുക. അതുകൊണ്ട് പരിശുദ്ധാത്മാവിനെതിരായിട്ട് നമ്മൾ ഒരിക്കലും പാപം ചെയ്യരുത്. തെറ്റിപ്പോകുന്ന സഹോദരന്മാരെ മടക്കി കൊണ്ടുവരുവാനുള്ള ഉത്തരവാദിത്വം, അതിനെക്കുറിച്ചാണ് കർത്താവ് പറയുന്നത്. ഈ വചനങ്ങളിൽ കൂടി ദൈവം നമ്മോട് പറയുന്നത്, നമ്മുടെ വാക്ക് അവർ കേട്ടാൽ അവർ നശിച്ചു പോകാതെ രക്ഷിക്കപ്പെടുന്നു. അതുകൊണ്ട് നമ്മുടെ സഹോദരൻ നശിച്ചു പോകാതിരിക്കത്തക്കവണ്ണമുള്ള വാക്കുകൾ നമ്മൾ അവനോട് സംസാരിക്കണം. യെഹെസ്കേൽ 33-ാം അധ്യായത്തിന്റെ 2 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ ഒന്ന് വായിക്കാം. യെഹെസ്കേൽ 33-ാം അധ്യായത്തിന്റെ 2 മുതൽ 9 വരെ. 33-ന്റെ 2 മുതൽ 9 വരെ. മനുഷ്യപുത്ര, നീ നിന്റെ സ്വജാതിക്കാരോട് പ്രവചിച്ച് പറയേണ്ടത്, ഞാൻ ഒരു ദേശത്തിന്റെ നേരെ വാൾ വരുത്തുമ്പോൾ ആ ദേശത്തിലെ ജനം തങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഒരു പുരുഷനെ തിരഞ്ഞെടുത്ത് കാവൽക്കാരനാക്കി വെച്ചാൽ, ദേശത്തിന്റെ നേരെ വാൾ വരുന്നത് കണ്ടിട്ട് അവൻ കാഹളം ഊതി ജനത്തെ ഓർമ്മപ്പെടുത്തുമ്പോൾ ആരെങ്കിലും കാഹളനാദം കേട്ട് കരുതിക്കൊള്ളാതെ ഇരുന്നാൽ വാൾ വന്ന് അവനെ ഛേദിച്ചു കളയുന്നു എങ്കിൽ അവന്റെ രക്തം അവന്റെ തലമേൽ തന്നെ ഇരിക്കും. എന്നാൽ കാഹളനാദം കേട്ടിട്ട് കരുതിക്കൊണ്ടില്ല എങ്കിൽ അവന്റെ രക്തം അവന്റെ മേലിരിക്കും. കരുതിക്കൊണ്ടിരിക്കുന്നു എങ്കിൽ അവൻ തൻ്റെ പ്രാണനെ രക്ഷിക്കുമായിരുന്നു. അവന് വാണിംഗ് കൊടുക്കുന്നു, നഷ്ടപ്പെട്ടു പോകുന്നു, വാണിംഗ് കൊടുക്കുമ്പോൾ
അവൻ കേൾക്കുന്നെങ്കിൽ അവനെ രക്ഷിച്ചു, അവൻ കേൾക്കുന്നില്ലെങ്കിൽ അവൻ നഷ്ടപ്പെട്ടു പോകും. പക്ഷേ ആ പറയാനുള്ള കാര്യം നമ്മൾ പറഞ്ഞു, അവനാണ് അനുസരിക്കേണ്ടത്. അവൻ അനുസരിക്കുന്നില്ലെങ്കിൽ അവന് തന്നെ ആ നഷ്ടം ഉണ്ടാകും. അനുസരിക്കുന്നെങ്കിൽ നമ്മൾ അവനെ നേടി. എന്നാൽ കാവൽക്കാരൻ വാൾ വരുന്നത് കണ്ട് കാഹളം ഊതാതെയും ജനം കരുതിക്കൊള്ളാതെയും ഇരുന്നിട്ട് വാൾ വന്ന് അവരുടെ ഇടയിൽ നിന്ന് ഒരുത്തിനെ ഛേദിച്ച് കളയുന്നു എങ്കിൽ ഇവൻ തന്റെ അകൃത്യം നിമിത്തം അവന്റെ അകൃത്യം നിമിത്തം ഛേദിക്കപ്പെട്ടു പോയി എങ്കിലും അവന്റെ രക്തം കാവൽക്കാരനോട് ചോദിക്കും. നമ്മുടെ സഹോദരൻ നഷ്ടപ്പെട്ടു പോയാൽ, നമ്മൾ അറിയിക്കാഞ്ഞിട്ട് അവൻ നഷ്ടപ്പെട്ടു പോയാൽ അവന്റെ രക്തത്തെ കുറിച്ച് നമ്മളോട് ചോദിക്കും. അപ്പോ നമ്മുടെ സഹോദരന്മാര് പാപത്തിൽ വീഴാതിരിക്കാൻ അവനോട് പറഞ്ഞു കൊടുക്കേണ്ട ചുമതല നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട്. അത് വിളിച്ചു കൂടി പറയുകയല്ല, അവന് രഹസ്യമായിട്ട് അവന് അടുത്തിരുത്തി അവന്റെ സൗകര്യം നോക്കി അവന്റെ സമയത്ത് ചെന്ന് സൗകര്യം നോക്കി അവനോട് സംസാരിച്ചു കൊടുക്കേണ്ടതാണ്. ഒരു പാപത്തില് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അതേസമയം അത് കേട്ടാൽ അവൻ രക്ഷിക്കപ്പെടുന്നു. കേൾക്കുന്നില്ലെങ്കിൽ അവൻ അനുസരിക്കാഞ്ഞതുകൊണ്ട് അവന്റെ ആ ശിക്ഷ അവന്റെ മേലിരിക്കും. നമ്മൾ അതിന് കുറ്റക്കാരല്ല. അതേസമയം അവൻ കേൾക്കുന്നില്ലെങ്കിൽ, അവൻ കേൾക്കുന്നെങ്കിൽ നാം അവനെ രക്ഷിച്ചു, നമ്മനെ രക്ഷിച്ചു എന്നുള്ള സന്തോഷത്തിൽ നമുക്ക് പോകാം. ഏഴാം വാക്യം, അതിന്റെ എഹെസ്കേൽ 33:7 അതുപോലെ മനുഷ്യപുത്ര, ഞാൻ നിന്നെ ഇസ്രായേൽ ഗ്രഹത്തിന് കാവൽക്കാരനാക്കി വെച്ചിരിക്കുന്നു. നീ എന്റെ വായിൽ നിന്ന് വചനം കേട്ട് എന്റെ നാമത്തിൽ അവരെ ഓർമ്മപ്പെടുത്തണം. നമുക്ക് ഓരോരുത്തർക്കും ഉള്ള വചനമാണത്. നമ്മുടെ സഹോദരന്മാരെ പാപത്തിൽ വീഴാതെ നോക്കേണ്ട കാര്യം നമുക്കുണ്ട്. അവരെ ഓർമ്മപ്പെടുത്തി അവരെ രക്ഷയിൽ നിലനിർത്തേണ്ട കാര്യം നമുക്കുണ്ട്. അപ്പോ നീ അവനെ പ്രബോധിപ്പിക്കാതെ ഇരുന്നാൽ ദുഷ്ടൻ തന്റെ അകൃത്യ നിമിത്തം മരിക്കും. അവൻ മരിക്കും, പക്ഷേ അവന്റെ രക്തമോ ഞാൻ നിന്നോട് ചോദിക്കും. നമുക്കുള്ള റെസ്പോൺസിബിലിറ്റിയാണ്. നമ്മുടെ സഹോദരന്മാര് നഷ്ടപ്പെട്ടു പോകാനായിട്ട് നമ്മൾ അനുവദിക്കരുത്. അവൻ ഒരു പാപത്തിലേക്ക് പോകുമ്പോൾ സഹോദര, അത് പാപമാണ്, അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കണം എന്ന് നല്ല ബുദ്ധിയോടെ അവനോട് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമുണ്ട്. പറഞ്ഞു കൊടുത്താൽ മതി, അല്ലാതെ അവനെ കൊണ്ട് അത് ചെയ്യിക്കണ്ട. അനുസരിപ്പിക്കാനുള്ള ഇത് നമുക്കില്ല, പറഞ്ഞു കൊടുക്കണ്ടില്ല. റെസ്പോൺസിബിലിറ്റി നമുക്കുണ്ട്. എന്നാൽ ഞാൻ ദുഷ്ടനോട് ദുഷ്ട നീ മരിക്കും എന്ന് കൽപ്പിക്കുമ്പോൾ ദുഷ്ടൻ തന്റെ വഴി വിട്ട് തിരിവാൻ കരുതിക്കൊള്ളത്തക്കവണ്ണം നീ അവനെ പ്രബോധിപ്പിക്കാതെ ഇരുന്നാൽ ദുഷ്ടൻ തന്റെ അകൃത്യ നിമിത്തം മരിക്കും. അവന്റെ രക്തമോ ഞാൻ നിന്നോട് ചോദിക്കും. നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അതിന്റെ അത് നമ്മോട് ചോദിക്കും എന്നുള്ളത് കൊണ്ട് നമ്മൾ വളരെ ശുഷ്കാന്തിയോട് സഹോദരനോട് പറഞ്ഞ് അവനെ തിന്മ വഴിയിൽ നിന്ന് രക്ഷിക്കേണ്ട ആവശ്യമുണ്ട്. നീ അവനെ ഓർമ്മപ്പെടുത്തിയിട്ടും അവൻ തന്റെ വഴി വിട്ട് തിരിയാഞ്ഞാൽ
അവൻ തന്റെ അകൃത്യം നിമിത്തം മരിക്കും, നീയോ നിന്റെ പ്രാണനെ രക്ഷിച്ചിരിക്കൂ. നമ്മൾ പറഞ്ഞു അവൻ അനുസരിക്കേണ്ടതായിരുന്നു, അവൻ അനുസരിക്കുന്നില്ല. അനുസരിപ്പിക്കാൻ നമുക്ക് കഴിയത്തുമില്ല. അതുകൊണ്ട് ആ കുറ്റം അവന്റെ മേലിരിക്കും, നമ്മൾ റെസ്പോൺസിബിൾ അല്ല. പക്ഷെ പറയാതിരുന്നാൽ നാം റെസ്പോൺസിബിൾ ആണ്. ഗലാത്യർ 6:2 പറയുന്നത്, തമ്മിൽ തമ്മിൽ ഭാരങ്ങളെ ചുമപ്പിൻ. രണ്ടാമത്തെ വാക്യത്തിൽ പറയുന്നത് തമ്മിൽ തമ്മിൽ ഭാരങ്ങളെ ചുമപ്പിൻ, ഇങ്ങനെ ക്രിസ്തുവിന്റെ ന്യായപ്രമാണം നിവർത്തിപ്പിൻ. തമ്മിൽ തമ്മിൽ ഭാരങ്ങളെ ചുമക്കുമ്പോൾ നമ്മൾ ക്രിസ്തുവിന്റെ ന്യായപ്രമാണം അനുസരിക്കുകയാണ്. നിവർത്തിപ്പിൻ. റോമർ 15:1-2 വാക്യങ്ങളില് ഇതിനെക്കുറിച്ച് പറയുന്നത് എന്താണെന്ന് ഞാൻ വായിക്കാം. ഇതിനെക്കുറിച്ച് പറയുന്നത് റോമർ 15:1-2 വാക്യങ്ങൾ. എന്നാൽ ശക്തരായ നാം അശക്തരുടെ ബലഹീനതകളെ ചുമക്കുകയും നമ്മിൽ തന്നെ പ്രസാദിക്കാതിരിക്കുകയും വേണം. അപ്പോ നമ്മളെക്കുറിച്ച് പറയുന്നത് എന്താണ്? അവിടെ നമ്മൾ ശക്തരും അടുത്ത് നിൽക്കുന്നവൻ അശക്തനുമാണ്. അതുകൊണ്ട് നിങ്ങൾ ശക്തരായ നാം എന്ത് വേണം? നാം അശക്തരുടെ ബലഹീനതകളെ ചുമക്കണം. എന്നിട്ട് ഞാൻ ആ പാപം ചെയ്തില്ല എന്നുള്ളത് കൊണ്ട് ഞാൻ എന്നെ തന്നെ അങ്ങ് പ്രശംസിക്കാതിരിക്കുകയും നമ്മിൽ തന്നെ പ്രസാദിക്കാതിരിക്കുകയും വേണം. ഇനി നമ്മിൽ ഓരോരുത്തൻ കൂട്ടുകാരനെ നന്മയ്ക്കായിട്ട്, ആത്മീയ വർധനയ്ക്ക് വേണ്ടി പ്രസാദിപ്പിക്കണം. നമ്മുടെ കൂട്ടുകാരനെ ആത്മീയ വർധനയ്ക്ക് വേണ്ടി പ്രസാദിപ്പിക്കണം. ഫിലിപ്പിയർ 2-3-4-5 വാക്യങ്ങളിൽ പറയുന്നത്, ഫിലിപ്പിയർ 2:3-4-5 വാക്യങ്ങൾ അവിടെ പറയുന്നത്, ശാഠ്യത്താലോ ദുരഭിമാനത്താലോ ഒന്നും ചെയ്യാതെ താഴ്മയോടെ ഓരോരുത്തൻ മറ്റുള്ളവനെ തന്നേക്കാൾ ശ്രേഷ്ഠൻ എന്ന് എണ്ണിക്കൊള്ളുവിൻ. ഓരോരുത്തൻ സ്വന്തം ഗുണം അല്ല, മറ്റുള്ളവന്റെ ഗുണം കൂടെ നോക്കണം. എന്റെ കാര്യമെല്ലാം റെഡിയാ, കുഴപ്പമില്ല. അതല്ല, മറ്റുള്ളവരുടെ ഗുണം കൂടെ നോക്കേണ്ട ആവശ്യമുണ്ട്. നമുക്ക് അതിനുള്ള റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അത് ചെയ്യണം, നോക്കണം. ക്രിസ്തുയേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. പൗലോസ് പ്രബോധിക്കുന്നത് ക്രിസ്തുയേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. എന്താ ക്രിസ്തുയേശുവിലുള്ള ഭാവം? യേശു ക്രിസ്തു പിതാവാം ദൈവത്തിന്റെ വലത്ത് ഭാഗത്ത് സ്വർഗത്തിലിരിക്കുക, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. പക്ഷെ താഴെ ഈ ഭൂമിയിൽ മനുഷ്യൻ നരകയാതന അനുഭവിക്കുന്നത് കണ്ടിട്ട് സ്വർഗത്തിൽ അവന് ഇരിക്കാൻ തോന്നിയില്ല. അവൻ സ്വർഗത്തിലിരിക്കാതെ സ്വർഗത്തിൽ നിന്ന് താണ ഭൂമിയിലേക്ക് ഒരു മനുഷ്യനായി ഈ ഭൂമിയിൽ പിറന്നു. ദൈവത്വം അവൻ ഉപേക്ഷിച്ചിട്ട് മനുഷ്യത്വം സ്വീകരിച്ചു. അതാണ് കർത്താവിന്റെ ഭാവം. ദൈവത്വം അവൻ ഉപേക്ഷിച്ചിട്ട് മനുഷ്യത്വം അവൻ സ്വീകരിച്ചു. ഒരു മനുഷ്യനായി ഈ ലോകത്തില് ഒരു സാധാരണ മനുഷ്യനെ പോലെ അവനെ പ്രസവിച്ചിടാൻ ഒരു സ്ഥലമില്ലാതിട്ട് ഒരു പശുത്തൊട്ടിയിൽ പ്രസവിക്കത്തക്കവണ്ണം അവനെ അത്രമാത്രം താഴ്ത്തി. എന്നിട്ടോ അവിടെ നിന്നു അവൻ വളർന്നിട്ട് അവൻ
ക്രൂശിലെ മരണത്തോളം അവനെ താഴ്ത്തി. നമ്മളെ എന്നെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്, നമ്മളെ ഓരോരുത്തരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ആ ക്രൂശ് മരണം വഹിച്ചു. ഏറ്റവും നിന്ദ്യമായ മരണമാണ് ക്രൂശ് മരണം. ഏറ്റവും നിന്ദ്യമായ അത്. അവൻ കാൽവറി മുതല് ഗോൽഗോഥ വരെ ക്രൂശും ചുമന്നുകൊണ്ട് നടന്നു. ക്രൂശും ചുമന്നുകൊണ്ട് നടക്കുമ്പോഴെന്താണ്? ഒരു കൊടും പാപിയായിട്ടാണ് അവനെ ലോകം മുഴുവൻ കാണുന്നത്. അല്ലാത്തവരെ അല്ലാത്തവരെ കൊണ്ട് ക്രൂശി ചുമപ്പിക്കത്തില്ല. ഒരു കൊടും പാപി ക്രൂശി ചുമന്ന് കൊണ്ടുപോയി ക്രൂശിൽ കിടന്ന് കൈകാലുകളെ വിരിച്ച് അവർക്ക് ആണിയടിക്കാനായിട്ട് വിട്ടുകൊടുത്തു. എന്നിട്ട് കർത്താവിനെ ആ ക്രൂശോടെ എടുത്ത് കുഴി കുഴിച്ചിട്ട് ക്രൂശോടെ എടുത്തിട്ട് കുഴിയിലേക്ക് ക്രൂശ് ആഴ്ത്തി. എന്ത് വേദന കർത്താവ് സഹിച്ചു. ആർക്കു വേണ്ടി? അവൻ പാപം ചെയ്തിട്ടാണോ? കർത്താവ് പാപം ചെയ്തിട്ടാണോ ആ ക്രൂശ് അവൻ സഹിച്ചത്? നമ്മൾ ഓരോരുത്തരും ചെയ്ത പാപത്തിന് ഭയങ്കരമായിരുന്നു. അത് നമ്മൾ കാണണം. നമുക്ക് നമ്മളെ ഈ ലോകത്തിലെ ഇപ്പോ വെച്ചിരിക്കുന്നത് യേശുവിന് പകരമാണ്. നമ്മള് ക്രൂശ് സഹിക്കാനാണ് നമ്മളെ വെച്ചിരിക്കുന്നത്. ആ ക്രൂശ് നമ്മള് ഒരിക്കലും മാറ്റിക്കളയരുത്. ആ ക്രൂശ് നമ്മൾ വഹിക്കണം. അതിനാണ് നമ്മളെ വെച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് യേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ എന്ന് പറഞ്ഞിരിക്കുന്നത്. 2 കൊരിന്ത്യർ 1:4 പൗലോസ് പറയുന്നത്, ദൈവം ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന ആശ്വാസം കൊണ്ട്. പൗലോസിനെ ആശ്വസിപ്പിക്കുന്ന ദൈവം. കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ടാണ് പൗലോസ് അത് എഴുതുന്നത്. എവിടെ? ജയിലില്. ഇവിടുത്തെ ജയിലല്ല, ഇന്നത്തെ ജയിലും അല്ല. അന്നത്തെ ജയിലെന്ന് പറഞ്ഞ അത് ഇത്ര വൃത്തിഹീനമായ പ്രയാസമുള്ള ഒരു ഇടം അല്ല, നമുക്ക് ചിന്തിക്കാനൊക്കത്തില്ല. അവിടെ കിടന്നുകൊണ്ട് പൗലോസ് പറയുന്നത് ദൈവം ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന ആശ്വാസം കൊണ്ട് ഞങ്ങൾ യാതൊരു കഷ്ടത്തിലുമുള്ളവരെ ആശ്വസിപ്പാൻ ശക്തരാകേണ്ടതിന്, ഞങ്ങളെ ആരെയും ആശ്വസിപ്പിക്കാൻ തക്കവണ്ണം ഞങ്ങൾ ശക്തരാകേണ്ടതിന് ഞങ്ങൾക്കുള്ള കഷ്ടങ്ങളിലൊക്കെയും അവൻ ഞങ്ങളെ ആശ്വസിപ്പിക്കുന്നു. കർത്താവ് ഞങ്ങളെ ആശ്വസിപ്പിക്കുന്നു. ആ ഒരു ജീവിതമാണ് പൗലോസ് ആ ജയിലിൽ കിടന്നുകൊണ്ട് ആ ആശ്വാസം കാണുകയാണ്. നോക്കി, യാക്കോബ് 2:13 വായിക്കുന്നത്, കരുണ കാണിക്കാത്തവന് കരുണയില്ലാത്ത ന്യായവിധി ഉണ്ടാകും. യാക്കോബ് 2:13 വായിക്കുന്നത് കരുണയില്ലാത്തവന്. അതുകൊണ്ട് നമ്മൾ കരുണ കാണിക്കണം. കരുണയില്ലാത്തവന് എന്താ ഉണ്ടാകുന്നേ? കരുണയില്ലാത്ത ന്യായവിധി ഉണ്ടാകും. കരുണ ന്യായവിധിയെ ജയിച്ച് പ്രശംസിക്കുന്നു. കരുണയുള്ളവന് ന്യായവിധിയെ ജയിച്ച് പ്രശംസിക്കുന്നു. 1 യോഹന്നാൻ 3:16-18 വാക്യം കൂടെ വായിക്കാം. അവിടെ വായിക്കുന്നത്, അവൻ നമുക്ക് വേണ്ടി തൻ്റെ പ്രാണനെ വെച്ചു കൊടുത്തതിനാൽ, യേശുക്രിസ്തു നമുക്ക് വേണ്ടി അവന്റെ പ്രാണനെ വെച്ചു കൊടുത്തതിനാൽ നാം സ്നേഹം എന്തെന്ന് അറിഞ്ഞിരിക്കുന്നു. അവിടാണ് യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണം ആണ് നമ്മളെ സ്നേഹം എന്താണെന്ന് പഠിപ്പിക്കുന്നത്. എന്തെന്ന് അറിഞ്ഞിരിക്കുന്നു, നാമും സഹോദരന്മാർക്ക് വേണ്ടി പ്രാണനെ വെച്ചു കൊടുക്കേണ്ടതാകുന്നു. ഇതൊരു പ്രബോധനമാണ്. നമ്മളും സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാണനെ വെച്ചു കൊടുക്കേണ്ടതാകുന്നു. 18 വാക്യം, കുഞ്ഞുങ്ങളെ, നാം വാക്കിനാലും നാവിനാലുമല്ല
വാക്കിനാലും നാവിനാലുമല്ല, പ്രവൃത്തിയിലും സത്യത്തിലും തന്നെ സ്നേഹിക്കുക. പ്രവൃത്തിയിൽ സ്നേഹിക്കുക, സത്യത്തിൽ സ്നേഹിക്കുക. അല്ലാതെ സ്നേഹം ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുകയല്ല സ്നേഹിക്കുക. എല്ലാ കാര്യത്തിലും നമ്മുടെ കർത്താവ്, എല്ലാ കാര്യത്തിലും നമ്മുടെ മാതൃക കർത്താവാണ്, യേശുക്രിസ്തുവാണ്. കർത്താവിനോടുള്ള സ്നേഹത്തിലും ഭയത്തിലും പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ തെറ്റിലകപ്പെടുന്നവരെ യഥാസ്ഥാനപ്പെടുത്തുവാനും തമ്മിൽ തമ്മിൽ ഭാരങ്ങളെ ചുമക്കുവാനും നമുക്ക് ഉത്സാഹിക്കാം. തമ്മിൽ തമ്മിൽ ഭാരങ്ങളെ ചുമക്കുവാനും നമുക്ക് ഉത്സാഹിക്കാം. അതേ സമയം തന്നെ പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ, അത് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ പരീക്ഷയിൽ അകപ്പെട്ടു പോകരുത്. അകപ്പെടാതിരിക്കാൻ പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ നമ്മെ തന്നെ സൂക്ഷിക്കാം. പരിശുദ്ധാത്മാവിൽ ശക്തി പ്രാപിച്ചിട്ട് നമ്മള് തെറ്റിപ്പോകാൻ ഇടയാകാതെ നമുക്ക് സൂക്ഷിക്കാം. അതിന് ദൈവം നമ്മളെ സഹായിക്കട്ടെ. നന്ദി.